ഫിർഔൻ ഒരു കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന ധിക്കാരിയായ ഒരു ഭരണാധികാരിയായിരുന്നു ഫിർഔൻ. സ്വേച്ഛാധിപതിയായ ഫിർഔൻ താനാണ് വലിയ സമ്പന്നനെന്നും താനാണ് എല്ലാമെന്നും താനാണ് ദൈവമെന്നും അഹങ്കരിച്ചു നടന്നു. അഹങ്കാരത്തിന്റെ കൊടുമുടിയിലേറി. ഫിർഔൻ കാണിക്കാത്ത ക്രൂരതകൾ ഒന്നും തന്നെയില്ല. ബനൂ ഇസ്രായേലുകാരെ മുഴുവൻ അടിമകളാക്കിയും കിബിത്തുകളെ തന്റെ ആജ്ഞാനുവർത്തികളാക്കിയും അടക്കി ഭരിച്ചു ഫിർഔൻ. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതലും പരാമർശിച്ച ചരിത്രമെന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര സംഭവങ്ങളാണ്. അതോടൊപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിയോഗിയായിരുന്ന ഫിർഔനിനെ കുറിച്ചും ഖുർആൻ ഒരുപാടിടങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഏകദേശം 25ഓളം ഇടങ്ങളിൽ ഫിർഔന്റെ പേരെടുത്ത് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ധിക്കാരിയായി ജീവിച്ച ഫിർഔനിനെയും കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ മധ്യത്ത് വെച്ചുകൊണ്ട് അവരെ മുക്കിക്കൊലപ്പെടുത്തുകയാണ്. എന്നാൽ പിന്നീട് ആ ഫിർഔനിന്റെ ജഡം ക്രിസ്തുവർഷം 1881 കടലിൽ വെച്ചുകൊണ്ട് ലഭിക്കുകയാണ്. ആ ജഡം 2000-ലേറെ വർഷക്കാലം സമുദ്രത്തിൽ കിടക്കുകയായിരുന്നുവെന്നായിരുന്നു വിശ്വസിക്കപ്പെടുന്നത്. നമുക്കറിയാം, സാധാരണയായി ഒരു മനുഷ്യന്റെ മൃതശരീരം എന്ന് പറയുന്നത് അധികകാലമൊന്നും സമുദ്രത്തിൽ കിടക്കില്ല. അതെല്ലാം ജീർണിച്ച് ഇല്ലാതെയായി മാറും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു വെച്ച ഒരു അത്ഭുതമുണ്ട്. ആ അത്ഭുതം എന്നോണം ഫിർഔനിന്റെ മൃതശരീരം ജീർണിക്കാതെ ലഭിച്ചു എന്നുള്ളത് വലിയ അത്ഭുതമായി മാറുകയാണ്. നോക്കൂ, സൂറത്തുൽ യൂനുസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിന്റെ പിറകെ വരുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമാകാൻ വേണ്ടി ഇന്ന് നിന്റെ ശരീരം നാം രക്ഷപ്പെടുത്തുന്നു. മനുഷ്യരിൽ ധാരാളം പേർ അശ്രദ്ധരാണ്. അതായത് ഫിർഔനെ പോലെ ധിക്കാരികളും സ്വേച്ഛാധിപതികളുമായ ക്രൂരന്മാരുമായ ഭരണാധികാരികൾക്ക് ഫിർഔനിന്റെ മൃതശരീരം ഒരു ദൃഷ്ടാന്തമായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ എന്താണോ പറഞ്ഞത് അത് സത്യമായി പുലരുന്ന കാഴ്ച. ഇന്നും ഈജിപ്തിലെ കെയ്റോയിലെ മ്യൂസിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഫിർഔനിന്റെ ആ ഒരു ജഡം നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ, കാലാകാലങ്ങളായി ആ മ്യൂസിയത്തിൽ അവിടെ ഫിർഔൻ ഇങ്ങനെ കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഫിർഔനിന്റെ ആ ഒരു ജഡവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവേഷകരും ശാസ്ത്രജ്ഞരുമൊക്കെ പഠനങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നോക്കൂ, ഗവേഷകർ ഈ ഫിർഔന്റെ ഈ ജഡവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പഠനം നടത്തുകയാണ്. ഫിർഔനിന്റെ മുഖം പുനർനിർമ്മിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആ ഒരു പദ്ധതി. ഫിർഔന്റെ മുഖം പുനർനിർമ്മിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാണപ്പെടുക എന്നുള്ളതായിരുന്നു അവരുടെ ആ ഒരു പഠനമെന്ന് പറയുന്നത്. വിദഗ്ധരായ ഗവേഷകർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെയും മറ്റുമൊക്കെ സഹായത്തോടുകൂടി ഫിർഔനിന്റെ ഇപ്പോഴുള്ള മുഖം ഉപയോഗിച്ച് പഴയകാലത്തെ ആ ഒരു യഥാർത്ഥ മുഖം പുനർനിർമ്മിക്കാനും അത് എങ്ങനെയായിരിക്കുമെന്നും കാണാനും അവർ ശ്രമിച്ചു. അതിനുവേണ്ടി അവർ യഥാർത്ഥ നിലവിലുള്ള ഫിർഔനിന്റെ തലയോട്ടിയുടെ CCT സ്കാൻ എടുക്കുകയും മറ്റു മനുഷ്യരിലുള്ള അതേ രീതിയിൽ തന്നെ പേശികളും ചർമ്മവും കൊഴുപ്പുമൊക്കെ ചേർക്കുകയും ചെയ്തു. തുടർന്ന് ആ ഒരു മുഖത്തെ വാർദ്ധക്യത്തിലേക്കും അവർ മാറ്റി. ഫിർഔനിന്റെ മരണത്തിന് 50 വർഷം മുമ്പുള്ള മുഖവും അവരെടുത്തു. നമുക്കറിയാം, ഈജിപ്തിലെ ഏറ്റവും ക്രൂരനും ഏറ്റവും അഹങ്കാരിയുമായ ഫിർഔന്റെ മുഖമാണിത്. വരും തലമുറകൾക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടയാളമാക്കി മാറ്റിവെച്ച ആ വ്യക്തിയുടെ മുഖമാണിത്. അന്ന് ആ രാജകുടുംബത്തിലെ എല്ലാ പുരുഷന്മാർക്കും ശക്തമായ താടിയെല്ലുകളും വലിയ മൂക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് ഗവേഷകർ പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കൂ, ഫിർഔൻ അവിശ്വസനീയമാവിധം സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. ചരിത്രകാരന്മാരും ഗവേഷകരും പറയുന്നത് ഫിർഔനിന്റെ സമ്പത്ത് ഇന്നത്തെ കറൻസിയുമായി താരതമ്യം ചെയ്താൽ ഫിർഔൻ ഒറ്റയ്ക്ക് കൈവശം വെച്ചതത്രയും ആർക്കും ഉണ്ടായിട്ടില്ല എന്നാണ്. ഫിർഔൻ അക്കാലത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നിലെ രാജാവായിരുന്നു. സ്വയം ദൈവമാണെന്ന് അവകാശപ്പെട്ടു. അവസാനം ധിക്കാരിയായി മാറിയ ഫിർഔനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കുകയാണ്. ഫിർഔനിന്റെ രാജ്യത്തെയും സൈന്യത്തെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു. നോക്കി, ഇവിടെ വലിയ ദൃഷ്ടാന്തമായി കൊണ്ട് ഫിർഔനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം ഫിർഔനിന് പാസ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തിലെ ഒരു ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു ഇത്. 1974 ഈജിപ്തിൻ അധികൃതർ ഫിർഔനിന്റെ ആ ഒരു മൃതദേഹത്തിന് നൽകിയ ഔദ്യോഗികമായിട്ടുള്ള ഒരു യാത്രാരേഖയായിരുന്നു ആ ഒരു പാസ്പോർട്ട്. 1974 ഫിർഔനിന്റെ മൃതദേഹത്തിന് ഫംഗസ് ബാധ ഉണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. അതിനെ തുടർന്ന് അന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഈജിപ്തിൽ നിന്നും ഫ്രാൻസിലേക്ക് ഫിർഔനിന്റെ മൃതദേഹം കൊണ്ടുപോകേണ്ടി വന്നു. എന്നാൽ വിമാനത്തിൽ കയറ്റുന്നതിന് മുമ്പ് ഈജിപ്ഷ്യൻ നിയമപ്രകാരം രാജ്യത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ഔദ്യോഗികമായ യാത്രാരേഖ, അതായത് പാസ്പോർട്ട് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഫിർഔനിന് ഈജിപ്ഷ്യൻ സർക്കാർ ഒരു ഔദ്യോഗികമായ പാസ്പോർട്ട് നൽകുന്നത്. ഫിർഔനിന്റെ മൃതദേഹം പാരീസ് വിമാനത്താവളത്തിലെത്തിയപ്പോൾ പാസ്പോർട്ട് കൈവശമുള്ള ഒരു രാജാവിന് നൽകുന്ന എല്ലാ സൈനിക ബഹുമതികളുടെയും സ്വീകരണം നൽകി എന്നുള്ളത് കൂടി പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മൃതദേഹത്തിന് അന്താരാഷ്ട്ര യാത്രയ്ക്കായി ഒരു പാസ്പോർട്ട് നൽകിയ ചരിത്രത്തിലെ ഏക സന്ദർഭങ്ങളിൽ ഒന്നാണിത്. അതോടൊപ്പം ഈ ഒരു മൃതദേഹം അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള
ഫിറോൻ അല്ല എന്ന് പറയുന്നവരുമുണ്ട്. നോക്കൂ, ഫറോവ അല്ലെങ്കിൽ ഫിറോൻ എന്നത് ഒരു കാലത്ത് ഈജിപ്ത് ഭരിച്ച രാജാക്കന്മാരെ പൊതുവെ വിളിച്ചിരുന്ന ഒരു സ്ഥാനപ്പേരായിരുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഫിറോൻ ആരായിരുന്നുവെന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയകാല മുഫസ്സിറുകൾക്കിടയിലും ആധുനിക ചരിത്രകാരന്മാർക്കിടയിലും ഈ അഭിപ്രായാന്തരങ്ങളുണ്ട്. ഇന്ന് മുസ്ലിമീങ്ങളും അല്ലാത്തവരുമായ ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും ശാസ്ത്രജ്ഞരും വ്യത്യസ്തമായ സിദ്ധാന്തങ്ങളും പഠനങ്ങളും അവതരിപ്പിക്കുകയും പ്രത്യേകമായ രചനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ നിഗമനങ്ങൾക്കും അവരുടേതായ ന്യായങ്ങളും അവർ നിരത്തുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ കുറ്റമറ്റ ഒരു അഭിപ്രായം രൂപപ്പെടുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈജിപ്തോളജിയും അന്നുകാലത്ത് രാജാക്കന്മാർ എഴുതിവെച്ച ഫലകങ്ങളും ശവക്കല്ലറകളിലെ എഴുത്തുകളുമാണ് അവർ ഗവേഷണത്തിനുള്ള അടിസ്ഥാനമായി സ്വീകരിക്കുന്നത്. അധികാരിവർഗങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് മാത്രം എഴുതപ്പെട്ട ഫലകങ്ങളും പല കവർച്ചകളിൽ രക്ഷപ്പെടുത്താനായി ഒളിപ്പിച്ചുവെക്കലുകൾക്കും വിധേയമായ ശവക്കല്ലറകളിലെ എഴുത്തുകളും പൂർണ്ണമായും വിശ്വസനീയമല്ലെന്നതുകൊണ്ട് തന്നെ ഇത്തരം ഗവേഷണങ്ങൾ ഒരിക്കലും ഒരു ഉറപ്പിലേക്ക് എത്തിക്കുകയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനസമയത്തും ശേഷവും ബനൂ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുകയും അടിച്ചമർത്തുകയും ചെയ്ത അതേ ഫിറോൻ തന്നെയാണ് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിരുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും പിന്തുടരുകയും ചെങ്കടലിൽ മുക്കിക്കൊല്ലപ്പെടുകയും ചെയ്തുവെന്നാണ് ഖുർആനിക ആയത്തുകളുടെ സൂചനകളിൽ നിന്നും തഫ്സീറുകളുടെ വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തഫ്സീറുകളിൽ ഈ ഫിറോനിന്റെ പേര് പല വിധത്തിൽ കാണപ്പെടുന്നുണ്ട്. കൈറോ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ റുഷ്ദി അൽ ബദറാവി തന്റെ ആരാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫിറോൻ എന്ന ഗ്രന്ഥത്തിൽ ആധുനികമായി നിലനിൽക്കുന്ന 10ഓളം നിഗമനങ്ങളും അവയുടെ വക്താക്കളും അവരുടെ തെളിവുകളും വിശദീകരിച്ചതിന് ശേഷം ആ ഫിറോൻ റംസീസ് രണ്ടാമനാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. റംസീസ് രണ്ടാമന്റെ ഒരു കൈ അല്പം ഉയർത്തിപ്പിടിച്ചത് അപകടത്തെ തടയുന്ന വെപ്രാളം മൂലമാണെന്നും മറ്റു മമ്മികളെല്ലാം ശാന്തമായ രീതിയിലാണ് കൈവച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം റാംസീസ് രണ്ടാമന്റെ ആ ഒരു ശവശരീരത്തിൽ കണ്ടെത്തിയ ഉപ്പിന്റെ സാന്നിധ്യം കടലിൽ മുങ്ങി മരിച്ചതിനുള്ള തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഫിറോനിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശസ്ത പ്രൊഫസറായിട്ടുള്ള മോറിസ് ബുക്കായ് നടത്തിയ ചില പഠനങ്ങളും ശ്രദ്ധേയമായി മാറി. അദ്ദേഹം ഈജിപ്ത് സന്ദർശിച്ച സമയത്ത് ഫിറോനിന്റെ ഈ ഒരു മൃതദേഹത്തെ പ്രത്യേകം അദ്ദേഹം പരിശോധിക്കാനുള്ള അനുവാദം വാങ്ങിച്ചു. തന്റെ സഹപ്രവർത്തകരോടൊപ്പമുള്ള ആ ഒരു പരിശോധനയിൽ മ്യൂസിയത്തിൽ കിടക്കുന്ന ആ മമ്മിയുടെ മരണകാരണം തിരമാലകളേറ്റ ക്ഷതമായിരിക്കുമെന്ന നിഗമനത്തിലേക്കാണ് അദ്ദേഹം എത്തിയത്. ആ ഒരു കണ്ടുപിടുത്തം ആ മനുഷ്യനെ വല്ലാതെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം പിന്നീട് മോറിസ് ബുക്കായ് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. നമുക്ക് ഈ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം 2 വർഷത്തോളമാകുന്നു. ഇത് മുമ്പ് നടന്നതാണ്, വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് എന്ന് പറയുന്നവരോടാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും എക്കാലത്തും അറിയണമെന്നില്ല, എല്ലാവരും അറിവുള്ളവരായിരിക്കണമെന്നില്ല. ഇപ്പോൾ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ എനിക്കറിയില്ലായിരിക്കും. കാണാത്തവർ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരം വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്.